ഇപ്പോൾ പല ഭാഗത്ത് നിന്നും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ പാർട്ടിക്ക് പിന്തുണയുമായി CJPക്ക് പിന്തുണയുമായി അദ്ദേഹം പുസ്തകവുമായാണ് അഭിജിത്ത് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അംബേദ്കറിന്റെ പുസ്തകം ഈ ഒരു സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു ആൾക്കൂട്ടവും എത്തിയിരിക്കുന്നു. ഇതുവരെയും അഭിജിത്ത് എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അഭിജിത്തിനോടൊപ്പം വലിയൊരാൾക്കൂട്ടവും സമരവേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജന്തർ മന്ദിറിലെ സമരവേദിയിലേക്ക് അഭിജിത്ത് ദീപ്കെ എത്തിച്ചേർന്നിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം രൂപീകരിച്ച സംഘടന അവർ പ്രഖ്യാപിച്ച സമരം അത് ജന്തർ മന്ദിറിൽ എത്തുമ്പോൾ അവിടേക്ക് അഭിജിത്തും എത്തുകയാണ്. വിമാനത്താവളത്തിൽ നിന്നും ടാക്സി കാറിലായിരുന്നു അഭിജിത്ത് ഈ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കും അവിടെ നിന്നിപ്പോൾ ഇതാ ജന്തർ മന്ദിറിലെ സമരവേദിയിലേക്കും എത്തിയിരിക്കുന്നത്. അഭിജിത്ത് ദീപ്കെ സമരവേദിയിൽ എത്തിയിരിക്കുന്നു. വലിയ ആൾക്കൂട്ടവും അദ്ദേഹത്തോടൊപ്പം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടം വരെയും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അഭിജിത്ത് തയ്യാറായിട്ടില്ല. SKL ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ജന്തർ മന്ദിറിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ എത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വിചാരിച്ചതിൻ്റെ അത്രയും ആളുകളില്ലെങ്കിൽ പോലും 1 ലക്ഷം ആളുകളെ താങ്ങാൻ കഴിയും ജന്തർ മന്ദിറിൽ. നമുക്ക് അത്രയൊന്നും ആളുകളെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഈ പ്രതിഷേധം ശക്തമാണ്. CBSE പരീക്ഷയിലുണ്ടായ ക്രമക്കേടും അതേപോലെ തന്നെ 22 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷ റദ്ദ് ചെയ്യേണ്ടി വന്ന നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്യേണ്ടി വന്ന സാഹചര്യവും ഒക്കെ കണക്കിലെടുത്ത് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വമെടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാണ് CJPയുടെ ആവശ്യം. രാജിവെക്കുന്നതുവരെ സമരം പ്രക്ഷോഭം തുടരുമെന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നത്. നമുക്ക് ബൽറാം തുടരുകയാണ്. ബൽറാം, യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം ഒരു ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുന്ന പോലെ സംഘടിപ്പിക്കാൻ CJP കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇതുവരെ ഓൺലൈനായി പ്രവർത്തിക്കുകയായിരുന്നു CJP. എന്നാൽ ഏതാണ്ട് 2 കോടിയിലധികം ആളുകളെ ഓൺലൈനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ CJPക്ക് അത്രയും ഒരുപക്ഷെ ഡൽഹിയെ നടുക്കുന്ന ഞെട്ടിക്കുന്ന രീതിയിലൊരു ആൾക്കൂട്ടത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമായിരിക്കുന്നു. പക്ഷേ 5 മണി വരെ സമയമുണ്ട്. ഈ ജന്തർ മന്ദിറിൽ നടക്കുന്ന ഈ പ്രതിഷേധത്തിന് പോലീസിൻ്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. 10 മുതൽ 5 വരെ പ്രതിഷേധം നടത്താൻ കഴിയും. ഇപ്പോൾ ജന്തർ മന്ദിറിൽ നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയും അതുപോലെ തന്നെ വിനീത വിജിയും ഉണ്ട്. ബൽറാം നെടുങ്ങാടി അല്പനിമിഷങ്ങൾക്കകം ചേരും. വളരെ സമാധാനത്തോടെയാണ് പ്രതിഷേധം നീങ്ങുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BR അംബേദ്കറിൻ്റെ ചിത്രവും അതുപോലെ ഭരണഘടനയും ഒക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ CJP പ്രവർത്തകരൊക്കെ തന്നെ ജന്തർ മന്ദിറിൽ എത്തിയിരിക്കുന്നത്. സാധാരണ പ്രതിഷേധങ്ങൾ നടക്കുന്ന ഡൽഹി നഗരത്തിലെ സ്ഥലമാണ് ജന്തർ മന്ദിർ. അവിടെ നിന്ന് ബൽറാം ചേരുന്നു. ബൽറാം, ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? തിരക്കും ജന്തർ മന്ദിറിൽ ആയിരിക്കുന്നു. അഭിജിത്ത് ദീപ്കെ എത്തിയതോടെ വലിയ ആൾക്കൂട്ടവും അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ്. അവർ അഭിജിത്തിനെ വളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ജന്തർ മന്ദിറിൽ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു. തീർത്തും സമാധാനപരമായി തന്നെയാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. എന്നാൽ അഭിജിത്തിന്റെ വരവോടെ ആൾക്കൂട്ടം തിക്കിലും തിരക്കിലേക്കും നീങ്ങിയിരിക്കുന്നു. അഭിജിത്ത് ഇതുവരെയും മാധ്യമങ്ങളോടോ ആരോടോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മറിച്ച് അദ്ദേഹം അംബേദ്കറിന്റെ പുസ്തകം അത് ഉയർത്തി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പാർട്ടിയുടെ സംഘാടകർ, ഈ പരിപാടിയുടെ പ്രതിഷേധത്തിന്റെ സംഘാടകർ അദ്ദേഹത്തിന് ചുറ്റും ഒരു വലയം തീർത്തിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴും പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. അഭിജിത്തിന്റെ വരവോടെ കൂടുതൽ പേർ ഈ സമരവേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭിജിത്തിനെ വളഞ്ഞ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ. പാർട്ടികൾ പ്രതിഷേധവുമായി ജന്തർ മന്ദിറിൽ ഇറങ്ങിക്കഴിഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകിയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.